ആ വീഡിയോ മുഴുവനായി കാണിക്കാത്തതിന്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും സംഘി ആ വീഡിയോയുടെ മുഴുവൻ ഭാഗവും കണ്ടു കഴിഞ്ഞാൽ നെഞ്ചു പൊട്ടി ചത്തുപോകും. കാരണം അമ്മാതിരി മറുപടിയാണ് ആ കുട്ടികൾ കക്കൂസിന്റെ വക്താക്കളായിട്ടുള്ള BJPയുടെ നേതാവായ അബ്ദുള്ള കുട്ടിക്ക് കൊടുക്കുന്നുള്ളത്. അതായത് ഈ ഇന്ത്യ മൊത്തം കക്കൂസ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന മോദി ഭരണകൂടത്തിന് അതേ രീതിയിൽ തിരിച്ചടി നൽകുന്ന ഒരു വീഡിയോയും കൂടിയാണ് ആ കുട്ടികളുടെ ആ രസകരമായ വീഡിയോ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ വീഡിയോ കണ്ട അബ്ദുള്ള കുട്ടി 2 ദിവസം ഉറങ്ങിക്കാണില്ല. കാരണം അമ്മാതിരി തിരിച്ചടിയാണ് ആ കുട്ടികളുടെ വാക്കിലുള്ളത്. അതായത് ഇടയ്ക്ക് കോൺഗ്രസ്, ഇടയ്ക്ക് ഇടതുപക്ഷം, അതിനുശേഷം BJP, അതിനുശേഷം ഇനി എന്താകുമോ എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. പക്ഷേ BJPയിൽ പോയതിനു ശേഷം വലിയ രീതിയിൽ വർഗീയത പറയുന്ന ഒരവസ്ഥയിലേക്ക് വരെ അബ്ദുള്ള കുട്ടി എത്തി നിന്നു എന്നുള്ളത് തന്നെയാണ് ഏവരെയും ഞെട്ടിപ്പിച്ചിട്ടുള്ളത്. മലപ്പുറത്തിന്റെ മണ്ണിലേക്ക് ഇനി എങ്ങനെ അബ്ദുള്ള കുട്ടി കാലുകുത്തും? എന്തായാലും ദയനീയമായി തോൽക്കും. കാരണം അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. BJPയുടെ സ്ഥാനാർത്ഥി എന്നുള്ളത് കൊണ്ട് BJPയുടെ വോട്ട് പോലും പിടിക്കാൻ അബ്ദുള്ള കുട്ടിക്ക് സാധിക്കുമോ എന്നുള്ളത് വലിയ ചോദ്യചിഹ്നം തന്നെയാണ്. മലപ്പുറത്തെ കുട്ടികൾ പോലും അബ്ദുള്ള കുട്ടിയെ വെറുക്കുന്നു എന്നുള്ളത് ഈ വീഡിയോയിൽ വ്യക്തമാകുമ്പോൾ എന്തിനാണ് BJPക്കാരെ, NDAക്കാരെ അബ്ദുള്ള കുട്ടിയെ നിങ്ങൾ തോൽക്കുമെന്നുറപ്പായിട്ടും ആ പാവത്തിനെ പിടിച്ചിട്ട് മലപ്പുറത്തിന്റെ മണ്ണിൽ സ്ഥാനാർത്ഥിയാക്കിയത്? അതായത് കുട്ടികൾക്ക് തിരഞ്ഞെടുപ്പ് സമയത്ത് അബ്ദുള്ള കുട്ടിയുടെ ചിത്രവും BJPയുടെ ചിഹ്നവുമുള്ള ഒരു ബനിയൻ നൽകുന്നു. അതായത് ഒരു ജേഴ്സി പോലെയുള്ള ഒരു സംഭവം കുട്ടികൾക്ക് നൽകുന്നു. ആ ജേഴ്സി ലഭിച്ച കുട്ടികൾ അത് ഞങ്ങൾ കക്കൂസ് തുടക്കാൻ ഉപയോഗിക്കും എന്ന് പറയുമ്പോൾ എത്രത്തോളം വലിയ നാണക്കേടാണ് അബ്ദുള്ള കുട്ടി നേരിടേണ്ടി വരുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് കൊച്ചു കേരളത്തിൽ സംഘപരിവാറിന് പുല്ലുവിലയാണ്. ഇനി ഏത് നേതാവുമായിക്കോട്ടെ, ഇനി ഏത് മതക്കാരനും ആയിക്കോട്ടെ, സംഘപരിവാർ പാളയത്തിൽ എത്തിക്കഴിഞ്ഞാൽ, വർഗീയവാദികളുടെ കൂട്ടത്തിൽ കൂടിക്കഴിഞ്ഞാൽ കൊച്ചു കേരളത്തിൽ പുല്ലുവിലയാണ്. അതിൻ്റെ യഥാർത്ഥ മുഖം തന്നെയാണ് ആ കുട്ടികളുടെ വീഡിയോ. എന്തായാലും അബ്ദുള്ള കുട്ടിക്ക് ഇതിനേക്കാൾ വലിയ നാണക്കേട് ഇനി ജീവിതത്തിൽ ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.